ഒരു വാക്ക് ഞാൻ പുരുഷന്മാരോട് പറയാം. നിങ്ങളുടെ വീട്ടിലുണ്ടാകുന്ന അസൗകര്യങ്ങൾ പലപ്പോഴും നിങ്ങളുടെ ഉമ്മയായിരിക്കും പ്രതി. അതുകൊണ്ട് ഉമ്മയെ നിങ്ങൾക്ക് ഡീൽ ചെയ്യാൻ നിങ്ങൾക്ക് പരിമിതികളുണ്ട്. ഒരിക്കലും ഉമ്മയോട് ഭാര്യയ്ക്ക് പ്രശ്നമുണ്ടെന്നോ ഭാര്യയെ ചെയ്യുന്ന എന്തെങ്കിലും അനീതിയെക്കുറിച്ചോ നിങ്ങൾ ഒരിക്കലും ചോദ്യം ചെയ്യരുത്. അത് നിങ്ങളുടെ ഭാര്യയ്ക്കും പ്രശ്നമാകും, നിങ്ങൾക്കും പ്രശ്നമാകും. നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഭാര്യ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ നിങ്ങളോട് അവർ ഷെയർ ചെയ്യും. അത് നിങ്ങൾ കേൾക്കണം. അതിനൊരിക്കലും മറുപടി പറയരുത്. ഒരിക്കലും നിങ്ങൾ അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്യരുത്. ആശ്വസിപ്പിക്കരുത് എന്നാൽ എന്താ? സാരല്ല, ഉമ്മയല്ലേ, ഞാൻ എന്താ ചെയ്യണു, നീ സഹിക്ക്, ശരിയാവും, ഇതൊന്നും പറയരുത്. അവരുടെ വിഷമം നിങ്ങൾ കേൾക്കണം. നിങ്ങൾ കേട്ടില്ലെങ്കിൽ അത് അവർക്ക് മറ്റൊരാളോട് പറയേണ്ടി വരും. അതൊന്നില്ലെങ്കിൽ വീട്ടിൽ പറയും, വാപ്പനോട് പറയും, ഉമ്മനോട് പറയും. അവർ സപ്പോർട്ട് ചെയ്യും. അവർ സപ്പോർട്ട് ചെയ്താൽ ഭാര്യ നിങ്ങളെ നിയന്ത്രണത്തിൽ നിന്ന് പോകും. വീട്ടുകാരുടെ അഡ്വൈസ് പ്രകാരം അവൾ മുന്നോട്ട് പോകും. അതുകൊണ്ട് അവരുടെ പ്രശ്നങ്ങൾ നിങ്ങൾ കേട്ട് നിങ്ങൾ പരിഹരിച്ച് കൂടെ നിന്ന് കൊടുക്കുകയാണ് വേണ്ടത്. സ്ത്രീകളോട് എനിക്ക് പറയാനുള്ളത്, ഭർത്തൃ വീട്ടിൽ പ്രശ്നമുണ്ടാകുമ്പോൾ എസ്കേപ്പ് ചെയ്യരുത്. എസ്കേപ്പ് ചെയ്യുന്നത് നിങ്ങൾക്കൊരിക്കലും ഒരു ദാമ്പത്യം സന്തോഷകരമായി പോവില്ല. കാരണം വീട്ടിൽ ഉമ്മയെ അനാഥമാക്കി നിങ്ങളോടൊപ്പം സുഖിക്കാൻ ഉമ്മയെ ഉൾക്കൊള്ളുന്ന ഒരു ഭർത്താവിന് പറ്റില്ല. അതുകൊണ്ട് അയാളെ കൂട്ടി നിങ്ങൾ ഫ്ലാറ്റിൽ പോയാൽ അവിടെ നിങ്ങൾക്ക് അയാളുടെ നെടുവീർപ്പും സങ്കടവും കണ്ട് കിടക്കേണ്ടി വരും. നിങ്ങൾക്ക് സമാധാനം കിട്ടാൻ ആ വീട്ടിൽ അയാളെ ഉൾക്കൊണ്ട് ജീവിക്കുക മാത്രമേ നിവൃത്തിയുള്ളൂ. ഉമ്മയെ പിണക്കാതെ, ഉമ്മക്ക് പ്രശ്നമുണ്ടാവാതെ നിങ്ങൾക്ക് വേറിട്ട് നിൽക്കാൻ പറ്റുമെങ്കിൽ അത് എസ്കേപ്പ് അല്ല, അത് നിങ്ങൾ ജീവിതത്തിൽ നിന്നുമുള്ള ഒരു മാറി താമസമാണ്. അതുകൊണ്ട് ഭർത്താവ് ഉമ്മയെ ഉപേക്ഷിച്ചുകൊണ്ട് നിങ്ങളെ സുഖിപ്പിക്കാൻ കൂടെ വരുമെന്ന് നിങ്ങൾ ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഒരു തെറ്റായ സ്വപ്നം മാത്രമാണ്. അതുകൊണ്ട് ഭർത്താവിന് പ്രശ്നമില്ലാതെ, ഉമ്മക്ക് സങ്കടം വരാതെ, ഉമ്മനെ അവിടെ തൽക്കാലം ഡീൽ ചെയ്ത് നിർത്താൻ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഭർത്താവിനോടൊപ്പം സന്തോഷകരമായ ഒരു ജീവിതം സാധ്യമാകും.